മരിയ ഇന്ത്യയുടെ വത്തിക്കാൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പ സ്പെയിൻ സന്ദർശനത്തിനു ശേഷം റോമിൽ തിരിച്ചെത്തിയതു മുതൽ ഈ ശനിയാഴ്ച വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന ഔദ്യോഗിക പരിപാടികളുടെ ചുരുക്കം താഴെ പറയുന്നവയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച സ്പെയിനിലെ അപ്പോസ്തോലിക് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പരിശുദ്ധ മാർപ്പാപ്പ വത്തിക്കാനിൽ തിരിച്ചെത്തി. വത്തിക്കാനിൽ വെച്ച് ഞായറാഴ്ച നടന്ന ആഞ്ചലോസ് പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. സ്പെയിൻ യാത്രയിൽ തനിക്ക് ലഭിച്ച വലിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ അദ്ദേഹം ഫിലിപ്പീൻസിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് തൻ്റെ പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്യുകയും പുതിയ രക്തസാക്ഷികളെയും വാഴ്ത്തപ്പെട്ടവരെയും പ്രഖ്യാപിക്കുകയും ചെയ്തു. കസ്തൽ ഗന്തോൾഫോയിലെ വിന്റർ വസതി സന്ദർശിച്ച മാർപ്പാപ്പ ചൊവ്വാഴ്ച അവിടുത്തെ മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. സഭയിലെ കൂട്ടായ്മ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും G7 നയതന്ത്ര ചർച്ചകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. കൂടാതെ 10ാമത് ഓസ്റ്റിയൻ വേൾഡ് സമ്മിറ്റിനോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിനായി വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ ഊന്നിപ്പറയുന്ന സവിശേഷമായ ഒരു വീഡിയോ സന്ദേശം അദ്ദേഹം കൈമാറി. വിശുദ്ധ പത്രോസിൻ്റെ ചത്വരത്തിൽ വെച്ച് നടന്ന ബുധനാഴ്ചത്തെ പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തു. തൻ്റെ സ്പെയിൻ സന്ദർശനത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ച അദ്ദേഹം നിങ്ങളുടെ നോട്ടമുയർത്തുവിൻ എന്ന് ക്രിസ്തുവിൻ്റെ വചനം അനുസ്മരിപ്പിച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവ് വത്തിക്കാനിലെ വിവിധ കാര്യാലയ തലവന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയും വരാനിരിക്കുന്ന ഫ്രാൻസ്, പെറു യാത്രകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ആഗോള സമാധാനത്തിനായുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനകളോടെയും ഔദ്യോഗിക ഫയലുകളുടെ പരിശോധനകളോടെയും മാർപ്പാപ്പ ഈ ആഴ്ചയിലെ തൻ്റെ പരിപാടികൾ പൂർത്തിയാക്കി. റേഡിയോ മരിയ ഇന്ത്യയുടെ വത്തിക്കാൻ വാർത്തകൾ ഇതോടെ സമാപിക്കുന്നു. വത്തിക്കാനിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ രാജി അനൂപ്. നന്ദി, നമസ്കാരം.